സ്ലോ ആക്കുകയാണ്, ഒരു 40ലേക്ക് വരികയാണ്. ജസ്റ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൈനൊക്കെ ഉള്ള റോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ലൈനിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് സ്റ്റെയറിങ് അഡ്ജസ്റ്റ് ആയത്. ഗുഡ് ഈവനിങ് ടു ഓൾ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വൺ ഡ്രൈവ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്ത ആ സമയം മുതൽ തന്നെ ഈ സെഗ്മെന്റിൽ കിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. അതായത് ഇതിന്റെ സെയിൽസിന്റെ കാര്യത്തിലാണെങ്കിലും ഫീച്ചേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും പുതിയതായിട്ട് സേഫ്റ്റിയും കൂടിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറയാം. ഒരു മലയാളം സിനിമയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്, മാരാറിരിക്കുന്ന തട്ട് എപ്പോഴും താന്ന് തന്നെ ഇരിക്കും എന്നുള്ളൊരു ഡയലോഗ്. കാരണം ഇതിന്റെ ഒപ്പോണന്റ് ആയിട്ട് വന്നിരിക്കുന്ന എല്ലാ വാഹനങ്ങളെയും ഒരുപാട് പിന്തള്ളിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും ഈ വാഹനത്തിൻ്റെ സെയിൽസ് ആണെങ്കിലും നമുക്ക് ഈ സെഗ്മെൻറ്റിൽ കാണാനായിട്ട് പറ്റുക. ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്ന വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുണ്ടായിയുടെ ഏറ്റവും പുതിയ 2024 ലോഞ്ച് ചെയ്തിട്ടുള്ള ക്രെറ്റയാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഒരുപാട് അപ്ഡേറ്റ്സ് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. SUVs ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ ആയിരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുക. അത് ഈ വാഹനത്തിൽ ഇപ്പോൾ 100% നീതി പുലർത്തുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് നൽകിയിട്ടുള്ളത് പാലക്കാടുള്ള ഗ്രാൻഡ് ഹുണ്ടായിസ് ആണ് കേട്ടോ. ഇന്ന് നമ്മുടെ കൂടെ ഗ്രാൻഡ് ഹുണ്ടായിസിലെ ഷാൻ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഇദ്ദേഹമാണ് ഷാൻ ചേട്ടൻ. വാഹനത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഗ്രാൻഡ് ഹുണ്ടായിസിനെ പറ്റിയിട്ടും കുറച്ച് ഡീറ്റെയിൽസ് നമ്മുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഹായ്, ഞാൻ ഷാനാണ്, ഗ്രാൻഡ് ഹുണ്ടായിലെ ട്രെയിനറാണ്. ഗ്രാൻഡ് ഹുണ്ടായെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം നമ്മൾ പാലക്കാട് തന്നെയാണ്. അതുപോലെ പാലക്കാട് ജില്ലയിൽ ഞങ്ങൾ മാത്രമാണ് ഹുണ്ടായുടെ ഡീലർഷിപ്പ് എടുത്തിരിക്കുന്നത്. ഒട്ടുമിക്ക മോഡൽസും അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്, കസ്റ്റമറിലോട്ട് എത്തിക്കാൻ കഴിയുന്നുണ്ട്. പുതിയ ഫേസ് ലിഫ്റ്റ് നമ്മുടെ ക്രെറ്റയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് പറയുന്നത് ഒരു ബോക്സി ഡിസൈനായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ ഒന്ന് കണക്ട് DRLും അതുപോലെ സീക്വൻഷ്യലായിട്ടുള്ള നമ്മുടെ ടേൺ ഇൻഡിക്കേഷനാണ് വരുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ലെവൽ 2 ADAS ആണ് നമുക്ക് ഇതിനകത്ത് വരിക. ഡ്രൈവ് ബീം ഹെഡ്ലൈറ്റ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നമുക്ക് കോഡ് ബീം LED ലൈറ്റാണ് വരുന്നത്. 4 ലൈറ്റ്സാണ് വരുന്നത്. ഡ്രൈവ് ചെയ്യുന്നതിനൊക്കെ കുറച്ചുകൂടെ വളരെ കംഫർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കാഴ്ചകളൊക്കെ വളരെ വിസിബിൾ ആയിരിക്കും. ഇത് ഇത്രയാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന വ്യത്യാസങ്ങൾ. ബാക്കി ഡീറ്റെയിൽസ് ഒരുപാടുണ്ട്, അത് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ഹുണ്ടായി ക്രെറ്റയെ പറ്റി അന്വേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ അവർക്കുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹുണ്ടായി ക്രെറ്റയുടെ 2024 ഇറങ്ങിയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് മോഡലാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനോട് കൂടിയിട്ട് വരുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SX ഓപ്ഷണലാണ് നമ്മൾ ഈ കാണുന്ന വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇത് ബ്ലാക്ക് കളറല്ല, പുതിയൊരു കളറാണ് ഈ ഒരു ഗ്രീൻ കളർ. ഭയങ്കര രസമായിട്ടുണ്ട് കാണാനായിട്ട്. ചെറിയ ഒരു തണലത്താണ് വണ്ടി കിടക്കുന്നത്, അതാണ് ബ്ലാക്ക് കളറായിട്ട് തോന്നുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം 2015 ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്നത്. അന്ന് ഈ സെഗ്മെന്റിനെ അടക്കി ഭരിച്ചിട്ടുണ്ടായിരുന്ന റെനോ ഡസ്റ്ററിനെയും നിസാൻ ടാറാനോനെയും ഒരു പക്ക എതിരാളിയായിട്ടാണ് ഹുണ്ടായി ക്രെറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ കടന്നു വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ സെഗ്മെന്റിൽ ഒരു കിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഹുണ്ടായി ക്രെറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം എന്തൊക്കെയാണ് ഈ വാഹനത്തിൽ 2024 ഇവർ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്നുള്ളത്. ഈ വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മൊത്തം 7 കളർ ഓപ്ഷൻസിലാണ് കേട്ടോ. 28 വേരിയൻസ് നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതെങ്ങനെയെല്ലാം ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 എഞ്ചിൻ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് 1.5 ലിറ്റർ, 1.5 ലിറ്റർ ടർബോ പെട്രോൾ വരുന്നുണ്ട്, 1.5 ലിറ്റർ ഡീസലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ട്രാൻസ്മിഷൻസിൻ്റെ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചാകര തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, പിന്നെ നമുക്ക് 7 സ്പീഡ് DCT ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടർബോ പെട്രോളിലാണ് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് ഒരു CVT ട്രാൻസ്മിഷനാണ്, IVT എന്നാണ് ഹുണ്ടായി അതിനെ വിളിക്കുന്നത്. അത് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനിലാണ് IVT ട്രാൻസ്മിഷൻ നമുക്ക് വരുന്നത്.
വരുന്നത്. അതായത് ഈ വാഹനത്തിൽ നമുക്ക് IVT ട്രാൻസ്മിഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ വേരിയൻസിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുക. ക്രെറ്റ എന്ന് പറയുന്നത് ഒരു 5 സീറ്റർ വാഹനമാണ്. ഇൻറ്റീരിയറിലൊക്കെ ഒരുപാട് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. 2024 ജനുവരി 16-നാണ് ഈ ഒരു വാഹനം നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടോ. ഗ്ലോബലി തന്നെ ഇന്ത്യയിലാണ് ഈ ഒരു വാഹനം ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഗ്ലോബലി ഉള്ളൊരു പ്രോഡക്റ്റിന് ആദ്യം കൊണ്ടുവന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ. ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലെവൽ 2 ADAS ഫീച്ചർ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് 19ഓളം ADAS ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഫ്രണ്ടിൽ മാത്രം 4ഓളം സേഫ്റ്റി ഫീച്ചേഴ്സ്. അതെന്തെല്ലാമാണെന്നല്ല ഞാൻ ടോട്ടലായിട്ട് സ്ക്രീനിൽ കാണിച്ചു തരാം. ഞാൻ വാഹനം ഓടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. വളരെ മസ്കുലർ ആയിട്ടുള്ളൊരു ഗ്രില്ലാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ റെഡിക്കും ഹുണ്ടായി എന്ന് തന്നെ പറയാം. ശരിക്കും ഒരു SUV സ്റ്റാൻസ് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം എല്ലാ ഭാഗത്തും ബോക്സി ഡിസൈനാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഗ്രില്ലും നല്ല രസത്തിൽ തന്നെ ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വളരെ മാസീവാണ്, കണ്ടില്ലേ. ഇവിടെ നമുക്ക് ഹുണ്ടായുടെ ഒരു വലിയ ഒരു ലോഗോ നമുക്ക് കാണാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 360 ഡിഗ്രി ക്യാമറ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തൊട്ട് മേലെ നമുക്ക് ഇവിടെ കണക്റ്റഡ് LED DRLs നമുക്ക് കാണാം, കണ്ടില്ലേ. നല്ല വലുതായിട്ട് ഫ്രണ്ടിൽ നമുക്ക് DRL അവൈലബിൾ ആയിട്ടുണ്ട്. ഈ DRL തൊട്ട് താഴെ സീക്വൻഷ്യലായിട്ട് ടേൺ ഇൻഡിക്കേറ്ററും നമുക്ക് കൊടുത്തായിട്ട് കാണാം. കോഡ് LED ഹെഡ്ലൈറ്റ് സെറ്റപ്പാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ആ ഒരു സെറ്റപ്പ് നമുക്കിവിടെ കാണാം. 1 2 3 4 ഇവിടെ എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് എയർ പാസേജും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് റഡാർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്യാമറ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് കാണാം. ഇവിടെ നമുക്കൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വിൻഡ്ഷീൽഡിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ബ്ലാക്ക് സറൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നോർമൽ ക്വാളിറ്റിയിലുള്ള വൈപ്പേഴ്സാണ് വന്നിട്ടുള്ളത്. വിൻഡ്സ്ക്രീൻ വാഷറിൻ്റെ നോസിൽസ് വന്നിട്ടുള്ളത് ഉള്ളിൽ ഈ ഒരു ഏരിയയിലായിട്ടാണ് കേട്ടോ. എല്ലാം ഹിഡൻ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഡിസൈനാണ്. പഴയ കറക്റ്റിൽ നിന്നും ഒരുപാട് ബോഡി ക്വാളിറ്റി ഡിഫറൻസ് വന്നിട്ടുണ്ട്. സ്ട്രോങ്ങിൻ്റെ കാര്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു കട്ട്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആയി കൊടുത്തായിട്ട് കാണാം. സെൻട്രൽ ഇതേപോലെയുള്ള എയറോഡൈനാമിക് ലൈൻസും കാര്യങ്ങളും കാണാം. ബോണറ്റിൻ്റെ ഒരു ഹെവിനെസ് ഒക്കെ കറക്റ്റ് പറയണം. നോക്ക് ചെയ്യുമ്പോഴൊക്കെ ആ സൗണ്ടൊക്കെ ഉണ്ടല്ലോ, വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സൗണ്ട്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസസ് നമുക്ക് കാണാം. തൊട്ട് താഴെ നമുക്ക് സ്കിപ്പ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു ആഷ് കളറിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്പർ പ്ലേറ്റിനുള്ളൊരു പോർഷൻ അവിടെ വരുന്നുണ്ട്. ടോട്ടലായിട്ട് ഭയങ്കര ഒരു മസ്കുലർ ലുക്ക് തന്നെ ഫ്രണ്ടിലാക്കിയിട്ടുണ്ട്. സൈഡ് ഭാഗത്ത് നമ്മൾ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത്തിൽ ചെറിയ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ലെങ്ത്തിൽ ഒരു 30 mm കൂടുതൽ വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ പ്ലാസ്റ്റിക് ക്ലാഡിങ് ഒക്കെ നമുക്ക് കാണാം. അത് നമ്മളുടെ വീൽ ആർച്ചിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ സറൗണ്ട് ചെയ്ത് പോയതായിട്ട് കാണാം. നമുക്ക് ടോപ്പ് ഭാഗം നോക്കുകയെന്ന് വെച്ചാൽ റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പാനറാമിക് സൺറൂഫ് വരുന്നുണ്ട്. SO എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ മുതലാണ് നമുക്ക് പാനറാമിക് സൺറൂഫ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. ഡുവൽ ടോൺ കളർ പാറ്റേണിലും നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഈ ഒരു സിൽവർ നമ്മളുടെ പഴയ ഹുണ്ടായി ക്രെറ്റയിലുള്ള അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഏരിയ ഒക്കെ നമുക്ക് അതേപോലെ തോന്നും. പക്ഷേ അവിടുന്ന് തൊട്ട് താഴേക്ക് വരുമ്പോൾ ഡിസൈൻ ടോട്ടലായിട്ട് മാറിയതായിട്ട് കാണാം. കുറച്ചുകൂടി മോഡേൺ ആക്കിയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഫ്യൂൽ ലിഡിൻ്റെ ഭാഗം കാണാം. ഡോർ ഹാൻഡിൽസൊക്കെ ക്രോമാണ് വന്നിട്ടുള്ളത്. SX ഓപ്ഷനിലൊക്കെ ആയപ്പോൾ ഉള്ള മാറ്റങ്ങളാണ് കാണുന്നത്. പിന്നെ നമുക്ക് സെൻറ്റർ പോർഷൻ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. B പില്ലറിനൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ടിലേക്ക് വരുവാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ORVM കാണാം. ഇവിടെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ നമുക്ക് സൈഡിൽ കാണാം. നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ. തൊട്ട് താഴേക്ക് വരുവാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇതേപോലുള്ളൊരു പ്ലാസ്റ്റിക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ സിൽവർ ട്രീറ്റ്മെൻ്റ് ഒക്കെ കയറി വന്നിട്ടുണ്ട്. 190 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിലുണ്ട്. അലോയ് വീലിനെ പറ്റിയാണ് മറ്റൊരു കാര്യം പറയേണ്ടത്. വളരെ നല്ലൊരു അലോയ് വീലാണ് കൊടുത്തിട്ടുള്ളത്. ഡുവൽ ടോണാണ് വന്നിട്ടുള്ളത്. സിൽവറും ബ്ലാക്കും കോമ്പിനേഷനാണ്. സെൻറ്ററിൽ ഹുണ്ടായുടെ ലോഗോ വരുന്നുണ്ട്. 215/60R17 ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. ബാക്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. ലോവർ വേരിയൻറ്റ് മുതൽ തന്നെ നമുക്ക് 4 ഡിസ്ക് ബ്രേക്സ് അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. സസ്പെൻഷൻ്റെ കാര്യം നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് മെക്പേഴ്സൺ സ്ട്രെഡാണ് ഫ്രണ്ടിലെ സസ്പെൻഷൻ. കപ്പിൾഡ് ടോർഷൻ ബീമാണ് റിയറിലെ സസ്പെൻഷൻ വരുന്നത്. സസ്പെൻഷൻ കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആദ്യം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, ഇപ്പോൾ ഒന്നും കൂടി സ്റ്റിഫാക്കിയിട്ടുണ്ട്. പക്ഷേ വല്ലാണ്ട് സ്റ്റിഫല്ല. അങ്ങനെ നമ്മൾ റിയറിലേക്ക് വരികയെന്ന് വെച്ചാൽ റിയർ പ്രൊഫൈലിൽ റെഡിക്കും എന്നെ ആകർഷിച്ചു എന്നൊക്കെ പറയില്ല. വളരെ ഭംഗിയായിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. ബിൽഡിംഗ് സ്പോയിലർ വരുന്നുണ്ട്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഡിഫോഗർ കൊടുത്തിട്ടുണ്ട്. വൈപ്പേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. തൊട്ട് താഴെ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്റ്റഡ് LED ടെയിൽ ലൈറ്റാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു ഹുണ്ടായുടെ ലോഗോ വരുന്നത് ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ടാണ്. അതായത് അയോണിക് 5 പ്രീമിയം ആയിട്ടുള്ള കാറുകളൊക്കെ ഏകദേശം ഇതിൻ്റെ ബാക്കൊക്കെ കാണുമ്പോൾ നമുക്ക് ലാൻഡ് റോവറിൻ്റെ ഒരു വെലാറൊക്കെ ആയിട്ടുള്ളൊരു കണക്ഷൻ എവിടേക്കോ തോന്നുന്നത് പോലുള്ളൊരു ഡിസൈനാണ് കാണാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ പോഷൊക്കെ ആയിട്ടൊരു കണക്ഷനൊക്കെ ആയിട്ട് തോന്നും. കണക്റ്റഡ് LED ടെയിൽ ലൈറ്റ് വരുന്ന കാരണം തന്നെ സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റർ കാണാനായിട്ട് സാധിക്കും. SX എന്ന് പറഞ്ഞുള്ള വേരിയൻറ്റ്
ബ്രാൻഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റിനുള്ളൊരു പോർഷൻ, ഇവിടെ ഒരു ക്യാമറ ഒക്കെയുള്ളൊരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, കറക്റ്റാന്നുള്ളൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് ബോഡി കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത്, ഫൈബർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് തൊട്ട് താഴെയായിട്ട് സ്കിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഹുക്കിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ടോ ഹുക്കിനുള്ള പോയിന്റ്. റിവേഴ്സ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് സെൻറ്റർ പോർഷനായിട്ട്. അല്ലാണ്ട് മോശമാക്കാണ്ട രീതിയിൽ തന്നെ എല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. നമുക്ക് സൈലൻസറിൻ്റെ ഒരു പോയിന്റ് കാണാം. ഇതാണ് ഇതിൻ്റെ അണ്ടർ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പാക്കൊക്കെ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള അണ്ടർ ബോഡി തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഇലക്ട്രിക് റിലീസിനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്യുക, ക്ലോസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്, പിടിച്ചടയ്ക്കാനൊക്കെ ആയിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 433 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. നമുക്ക് ഈ സെഗ്മെൻറ്റിൽ ഒട്ടും മോശമല്ലാത്ത ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിച്ചിട്ടുള്ളത്. വീതിയിലുള്ള ബൂട്ട് സ്പേസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് പാർസൽ ട്രേ വരുന്നുണ്ട്. ഇതിൻ്റെ മേലെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ഏരിയയിലും ചെറിയ സ്റ്റോറേജ് സ്പേസും ഇവിടെയും ചെറിയ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വൂഫർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബോസിൻ്റെ ഒരു അടിപൊളി മ്യൂസിക് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഇലുമിനേഷൻ ലൈറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ സ്പെയർ വീൽ വെച്ചിട്ടുള്ളത്. സ്പെയർ വീൽ നമുക്ക് അലോയ് വീൽ അല്ല വരുന്നത്, സ്റ്റീൽ റിംസ് ആണ് വരുന്നത്. ടയർ സൈസ് നമുക്ക് വരുന്നത് 205/65/16 നമുക്ക് വരുന്ന ടയർ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു സ്പേസ് സേവർ ആണ് കേട്ടോ. സ്പേസ് സേവർ ആയിട്ടുള്ള സ്പെയർ വീലാണ് വന്നിട്ടുള്ളത്. കുറച്ച് ചെറിയ സ്പെയർ വീലാണ് വന്നിട്ടുള്ളത് കേട്ടോ. കൂടുതൽ ലഗേജ് ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാഴ്സൽ ട്രെയിൻ റിമൂവ് ചെയ്തതിന് ശേഷം എന്നിട്ട് നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ലിവറിനെ ജസ്റ്റ് പുൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും വളരെ വലിയൊരു ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കും. ഈ 2 സീറ്റ് നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്യാം കേട്ടോ. ശരിക്കും 2 പേരാണ് യാത്ര ചെയ്യുന്നുള്ളൂ. ഒരുപാട് ലഗേജ് നമുക്ക് ക്യാരി ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ട്രിപ്പൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾക്ക് കടക്കാൻ തന്നെ പറ്റുന്ന പോലെയാണ് വന്നിരിക്കുന്നത്. ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് ഏകദേശം ഈ ഒരു സീറ്റൊക്കെ ഫോൾഡ് ആയിട്ടുള്ളത്. ഡ്രൈവറിൻ്റെ ഭാഗത്ത് ഓട്ടോമാറ്റിക് വാഹനമാണെങ്കിൽ ഓട്ടോ എന്ന് പറഞ്ഞുള്ളൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബോണറ്റ് ഷെല്ല് ഭയങ്കര ഹെവി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇൻസുലേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാ എഞ്ചിനും വളരെ റിഫൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നോയ്സൊക്കെ വളരെ കുറവ് തന്നെയാണ്. ഈ കാണുന്നത് നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ ഇൻലൈൻ പെട്രോൾ എഞ്ചിനാണ് നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MPI എഞ്ചിനാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു മൈലേജും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് തോന്നിട്ടുള്ളത്. മാനുവൽ പെട്രോൾ കറക്റ്റ് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ആസ്പിറേറ്ററിൽ മാത്രമാണ് നമുക്ക് മാനുവൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. 6 സ്പീഡാണ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത് കേട്ടോ. 115 PS ആണ് മാക്സിമം പവർ വരുന്നത്. 143 ന്യൂട്ടൺ ആണ് മാക്സിമം ടോർക്ക് വരുന്നത് കേട്ടോ. BS6 phase 2 എഞ്ചിനാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് കൂടാതെ നമുക്ക് ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് ടർബോ പെട്രോൾ എന്ന് പറയുന്നത്. അതിന് 160 PS പവറാണ് വരുന്നത്. 253 ന്യൂട്ടൺ ആണ് ടോർക്ക് വരുന്നത്. 7 സ്പീഡ് DCTയിൽ മാത്രമാണ് ആ ഒരു എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. മറ്റൊരു എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടർബോ ഡീസൽ എഞ്ചിൻ. 116 PS ആണ് ടർബോ ഡീസൽ എഞ്ചിൻ്റെ മാക്സിമം പവർ വരുന്നത്. 250 ന്യൂട്ടൺ ആണ് മാക്സിമം ടോർക്ക് നമുക്ക് ഡീസൽ എഞ്ചിനിൽ ലഭിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു ഡീസൽ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. മാക്സിമം മൈലേജ് നമുക്ക് ഡീസലിൽ നമുക്ക് ഏകദേശം ഒരു 20 to 21 വരെ അല്ലെങ്കിൽ ഒരു 19 ആ റേഞ്ചിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പെട്രോൾ ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 17-18 ആ റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ബോണറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഭയങ്കര ഒരു തക് സൗണ്ടാണ് കേട്ടത്. ഈ വാഹനം ഉറപ്പായിട്ടും നല്ലൊരു സേഫ്റ്റി റേറ്റിംഗ് നമുക്ക് നൽകുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽസ് കുറേ ഭാഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഡാഷ്ബോർഡിൻ്റെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽസ് ആണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാബിനിലേക്ക് എന്തെങ്കിലും ഒരു കൊളീഷൻ ഉണ്ടായാൽ തന്നെ അതിൻ്റെ എഫക്റ്റ് വരാത്ത രീതിയിലാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് സ്റ്റാൻഡേർഡ് ആയിട്ട്, അതായത് ബേസ് മോഡൽ മുതൽ തന്നെ ഹുണ്ടായി സേഫ്റ്റിയിലേക്ക് ഒരുപാട് മുന്നോട്ട് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി പറ്റും. നമ്മൾ എക്സ്റ്ററിൻ്റെ ലോഞ്ച് വീഡിയോ നമ്മൾ ചെയ്ത സമയത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോ ആൻഡ് വേരിയൻറ്റ് മുതൽ തന്നെ 36 സേഫ്റ്റി ഫീച്ചേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ലഭിക്കുന്നുണ്ട്. 4 വീൽസിൽ ഡിസ്ക് ബ്രേക്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ABS, EBD, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, VSC അതായത് വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് വാർണിംഗ്, ഹൈ സ്പീഡ് വാർണിംഗ്, പ്രീ ടെൻഷൻ സീറ്റ് ബെൽറ്റ്സ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ട്രാക്ഷൻ കൺട്രോൾ. 5 പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ 5 പാസഞ്ചേഴ്സിനും 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് ആണ് ഇപ്പോൾ വരുന്നത്. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ബേസ് മോഡൽ മുതൽ തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ADAS ഫീച്ചേഴ്സ് വരുന്നത്. ADASൻ്റേതായിട്ടുള്ള 19 അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. എല്ലാം ചേർന്ന് നമുക്ക് ടോട്ടലായിട്ട് ഈ വാഹനത്തിലും 70-ൽ കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്.
ഡോറൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ ഒരു ഹെവിയാണ് ഇപ്പോൾ എന്നുള്ളൊരു കാര്യമുണ്ട്. ഡോർ പാഡ്സിൻ്റെ മുകളിൽ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ ട്വിറ്റേഴ്സ് കാണാം, സ്പീക്കറിൽ ഒരെണ്ണം ഈ ഭാഗത്ത് കാണാം. ഇവിടെ നമുക്ക് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിങ്ങോട് കൂടിയിട്ടുള്ള സ്പീക്കേഴ്സ് നമുക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ട് കാണാം. പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് കാണാം. ഡ്രൈവർ സൈഡ് നമുക്ക് 1 ടച്ച് ഡൗൺ അതുപോലെ 1 ടച്ച് അപ്പ് ആണ് നമുക്ക് പവർ വിൻഡോ വരുന്നത്. ബാക്കിയുള്ള പവർ വിൻഡോസിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ ലോക്ക് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ORVM ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾസ് നമുക്ക് ഇവിടെ കാണാം. ഡോർ അൺലോക്ക് ലീവർ നമുക്ക് ഒരു ബ്രഷ്ഡ് ക്രോമിയം ട്രീറ്റ്മെൻറ്റിലാണ് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ലോക്ക് ബട്ടൺ കാണുന്നുണ്ട്. ഇവിടെ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കുഷ്യൻ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡോർ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് 1 ലിറ്റർ ബോട്ടിൽസൊക്കെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന പോലെയാണ് കൊടുത്തിട്ടുള്ളത്. 8 വേയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സൈഡ് സീറ്റാണ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ അതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തായിട്ട് കാണാം. എല്ലാം വളരെ സ്പീഡായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് കേട്ടോ. അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനൊക്കെ വളരെ എളുപ്പം തന്നെയാണ്. ഈ ഭാഗത്ത് നമുക്ക് ഇഷ്ടംപോലെ ബീഡിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തായിട്ട് കാണാം. NVH ലെവൽ മാക്സിമം കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് പെഡൽ വരുന്നുണ്ട്. ബാക്കിയുള്ള പെഡൽസ് നമുക്ക് അവിടെ കാണാം. ബോണറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ലിവർ. ഇവിടെ നമുക്ക് ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ലിവർ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്യൂസ് ബോക്സ് കാണാം. തൊട്ട് മേലായിട്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് ഓഫ് ചെയ്യാനുള്ള ഓൺ ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഒരു ബട്ടൺ. AC വെൻറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു മാഗ്നറ്റാണ്. ഈ ഭാഗത്ത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള എന്തൊരു സംഭവം വേണമെങ്കിൽ മാഗ്നറ്റിൽ ഇവിടെ ഒട്ടിച്ച് വെക്കാനായിട്ട് സാധിക്കും. അതായത് മെമ്മറീസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാം. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു റബ്ബർ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ക്വാളിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം. വളരെ ക്വാളിറ്റിയുള്ള സീറ്റുകളാണ് വന്നിട്ടുള്ളത്. സ്റ്റിച്ചിങ് ഒക്കെ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. നമുക്ക് വെന്റിലേറ്റഡ് സീറ്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഒക്കെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അത്യാവശ്യം നല്ല വലിയൊരു സീറ്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഹെഡ് റെസ്റ്റ് നമുക്ക് കാണാം. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ. വൈറ്റും അതുപോലെ ഒരു ആഷും കളറൊക്കെ കൂടി ഒരു കോമ്പിനേഷനാണ് കാണാനായിട്ട് പറ്റുന്നത്. എയർ ബാഗ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതിൻ്റെ ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡോറൊക്കെ ക്ലോസ് ചെയ്യുമ്പോൾ നല്ല സൗണ്ട് കേൾക്കാം. ഇതുപോലുള്ളൊരു വെൽക്കം ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് കാണാം. വണ്ടി ഓൺ ആക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നതായിട്ട് കാണുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ ക്യാബിനിലേക്ക് കയറിയിരുന്ന ആദ്യം തന്നെ നമ്മൾ നോട്ട് ചെയ്യുക വലിയ ഡിജിറ്റൽ സ്ക്രീൻ ആയിരിക്കും. വളരെ പ്രീമിയം തന്നെയാണ് ഇത് കാണാനായിട്ട്. സെൽറ്റോസിലും ഏകദേശം ഈ ഒരു ടൈപ്പ് സ്ക്രീൻ തന്നെയാണ് വരുന്നത്. 10.25 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സ്ക്രീനിൽ നമുക്ക് പുറത്തായിട്ട് കാണാം. വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റെയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. പവർ അസിസ്റ്റ് ഇലക്ട്രിക് സ്റ്റെയറിംഗ് വീലാണ് വരുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. വോയിസ് കമാൻഡിന്റെ മോഡ് സെലക്ട്, വോളിയം പ്ലസ് മൈനസ്, നെക്സ്റ്റ് പ്രീവിയസ്, കോൾ ആൻസർ, ഫേവറേറ്റിൻ്റെ ബട്ടൺസ് ഈ ഒരു ഏരിയയിൽ കാണാം. ഇവിടെ നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസ് നമുക്ക് കാണാം. ഇതിൽ നമുക്ക് ലൈൻ കീപ്പ് അസിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഫ്രണ്ടിലുള്ള വാഹനം സ്ലോ ആവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്പീഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ക്രൂസ് കൺട്രോളിൻ്റെ സ്പീഡ് കുറഞ്ഞു വരികയും എപ്പോഴാണ് ഫ്രണ്ടിലുള്ള വാഹനം മൂവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു ക്രൂസ് കൺട്രോളിൻ്റെ സ്പീഡിലേക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ വാഹനം കയറി വരുന്ന സെറ്റപ്പിനെയാണ് നമ്മൾ പറയുന്നത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്ന് പറയുന്നത്. ആ ഒരു സെറ്റപ്പ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പാഡൽ ഷിഫ്റ്റേഴ്സ്, ഇവിടെ പ്ലസ് കാണാം, ഇവിടെ മൈനസ് കാണാം. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഭയങ്കര രസമായിട്ടുണ്ട്. കണ്ടില്ലേ, ഫ്ലാറ്റ് ബോട്ടമാണ് വരുന്നത്. എൻ ലൈനിലൊക്കെ കാണുന്ന പോലുള്ള സ്റ്റിയറിംഗ് വീൽ ആക്കിയിട്ടുണ്ട്. ഭയങ്കര രസമാക്കിയിട്ടുണ്ട് കാണാൻ. ഇവിടെ നമുക്ക് സിൽവർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഹുണ്ടായുടെ ലോഗോ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹോൺ വരുന്നത്. ട്രംപറ്റ് ഹോണാണ് വരുന്നത്. ഈ പിടിക്കുന്ന ഭാഗത്ത് നമുക്ക് പ്രൊജക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ നന്നായിട്ട് വണ്ടി ഇരിക്കുന്നുണ്ട് സ്റ്റിയറിംഗ് വീലിൽ. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ടിൽറ്റ് വരുന്നുണ്ട്. ടെലിസ്കോപ്പിക്കും വരുന്നുണ്ട്. 2 വേല് സ്റ്റിയറിംഗ് വീൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് വൈപ്പേഴ്സിൻ്റെ കൺട്രോൾസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് അല്ല വരുന്നത്. സ്പീഡ് നമുക്ക് 2 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് നമ്മളിനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരാന്ന് വെച്ചാൽ കോമ്പസ് കാണിക്കുന്നുണ്ട്. ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം, ADAS വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു സെറ്റപ്പാണ് നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ റൈറ്റ് സൈഡിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ ഭാഗത്ത് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ കണ്ടില്ലേ, ഈ ഭാഗത്ത് നമ്മളുടെ ലെഫ്റ്റ് സൈഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് നമ്മളിതവിടെ ഈ P എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഫുള്ളായിട്ട് നമുക്ക് 360 ഡിഗ്രി ക്യാമറ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് 8 ബോസിൻ്റെ സ്പീക്കേഴ്സാണ് നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ. ഇവിടെ നമുക്ക് സ്പീക്കർ വരുന്നുണ്ട്. നല്ല വിസിബിലിറ്റിയാണ്. സെൽറ്റോസിനേക്കാൾ ബെറ്റർ ആണ് കറക്റ്റായിലത്തെ വിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും നല്ല വിസിബിലിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ORVM ആണെങ്കിൽ അത്യാവശ്യം നല്ല വലിയ സൈസിലുള്ള ORVM ആണ് നമുക്ക് വരുന്നത്. IRVM ആണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ഇലക്ട്രിക്കൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. SOSൻ്റെ കോൾ ഫംഗ്ഷൻ കാണുന്നുണ്ട്. വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഈ ബട്ടൺ അമർത്തിയാൽ മതി. അതിൻ്റെ ഒരു അസിസ്റ്റും കാര്യങ്ങളൊക്കെ
നമുക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ ഒരു ബട്ടൺ നമുക്കിവിടെ കാണാം. ബ്ലൂ ലിങ്ക് ഫീച്ചർ നമുക്ക് വരുന്നുണ്ട്. ബ്ലൂ ലിങ്ക് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി 70-ൽ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. തൊട്ട് മേലേക്ക് വരാൻ വെച്ചാൽ നമുക്കിവിടെ സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് റൂഫ് മോഡൽ ലൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ക്രെറ്റയുടെ മെയിൻ സെല്ലിംഗ് പോയിൻ്റ് ആയിട്ടുള്ള പാനറാമിക് സൺറൂഫ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കണ്ടില്ലേ, വലിയ വളരെ മസ്കുലർ ആയിട്ടുള്ള വലിയ ഒരു പാനറാമിക് സൺറൂഫാണ് നമുക്ക് വരുന്നത്. ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ക്ലോസ് ആവുന്നത് കാണാം. ഇത് വോയിസ് എനേബിൾഡ് ആണ്. ഈ ഒരു വോയിസ് കമാൻഡ് വഴി തന്നെ നമുക്ക് ഇതിൻ്റെ പാനറാമിക് സൺറൂഫൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. സൺ ബ്ലൈൻഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ തന്നെ ടിക്കറ്റ് ഹോൾഡർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് സൺ ബ്ലൈൻഡ്സിൻ്റെ മുകളിൽ ഒരു വാനിറ്റി മിറർ വരുന്നുണ്ട്. ലൈറ്റ്സ് നമുക്ക് ആ ഭാഗത്ത് വരുന്നില്ല, ഈ ഭാഗത്താണ് നമുക്ക് ലൈറ്റ്സ് വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഇതേപോലെ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ക്ലോസിംഗ് അല്ല, വിട്ടതും മേലെ പോയി അടിക്കുന്ന ഒരു സെറ്റപ്പാണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് വരുന്നില്ല. സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതിനുള്ള സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. കോ ഡ്രൈവർ സൈഡിലെ സീറ്റിനെ നമുക്ക് മാനുവലി വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇതിന് നമുക്ക് ഓട്ടോമാറ്റിക് സെറ്റപ്പ് വരുന്നില്ല, അതായത് ഇലക്ട്രിക് സെറ്റപ്പ് വരുന്നില്ല. ഡാഷ്ബോർഡിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമാണ്, വളരെ പ്രീമിയമാണ്. അതായത് കമ്പാരിറ്റീവ്ലി പഴയ ക്രെറ്റനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രീമിയം ആയിട്ടുള്ള ഡാഷ്ബോർഡ് ഡിസൈൻ നമുക്ക് കാണാനായിട്ട് പറ്റുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ കണ്ടോ, ഡോറിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു ഡിസൈൻ നേരെ ഡാഷ്ബോർഡിലേക്ക് കണക്റ്റായി അതിങ്ങനെ സറൗണ്ട് ചെയ്ത് അപ്പുറത്തെ ഡോറിലേക്ക് അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. വളരെ രസമായിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് AC വണ്ടി കാണാം. ഇതിങ്ങനെ കണക്റ്റ് ആവുന്നത് പോലുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റബ്ബറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് മൊബൈലൊക്കെ വെക്കുകയാണെങ്കിൽ വണ്ടിയിൽ പോയോണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ചാടി പോകാത്ത ഒരു സെറ്റപ്പൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട് പറയാം. ഇവിടെ നമുക്ക് ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് അവിടെ കാണാം. അത്യാവശ്യം വളരെ ഡീപ്പായിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 10.25 ഇഞ്ചിലുള്ള ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് കാണാം. ഇതിൻ്റെ ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ വളരെ വളരെ സോഫ്റ്റാണ്. ആദ്യത്തെയും അതുപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒന്നും കൂടി ബെറ്റർ ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സീം കാര്യങ്ങളും കൺട്രോൾസൊക്കെ നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീൻ വഴി തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ സെറ്റപ്പ് ഒക്കെ ഇവിടെ നമുക്ക് കാണാം. ബിൽഡ് ഇൻ നാവിഗേഷൻ വരുന്നുണ്ട്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂ ലിങ്ക് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 70ഓളം കൂടുതൽ ബ്ലൂ ലിങ്ക് ഫീച്ചേഴ്സ്, കണക്റ്റഡ് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ജിയോ 7 എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റപ്പ് നമുക്ക് ഇതിൽ കാണാം. അതും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കൂടെ ഒരു വണ്ടി പോയതാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് ഫ്രണ്ട് വ്യൂ. റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ, അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയിട്ടുള്ള ക്യാമറയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 360 ഡിഗ്രി വ്യൂ കണ്ടില്ലേ. ഇതൊക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കറക്റ്റാണ് വൈറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവർ വ്യൂ കാണാം. കുറച്ചുകൂടി സൂം ഇൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റാണ് കേട്ടോ, സറൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ബ്രൈറ്റ്നെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. കണ്ടില്ലേ, സൈഡ് കൂടെ ആ വാഹനം പോയപ്പോൾ ബ്ലൈൻഡ് സ്പോട്ടിൽ ആ വാഹനത്തിനെ ഡിറ്റക്ട് ചെയ്തായിട്ടുള്ള സംഭവമൊക്കെ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. അതാണ് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. എല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് 2 AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. ട്രാക്ക്, സീക്ക്, ഫേവറേറ്റ്, സെറ്റപ്പ് തുടങ്ങിയിട്ടുള്ള ഫിസിക്കൽ ബട്ടൺസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മീഡിയ, റേഡിയോ, നാവിഗേഷൻ, മാപ്പ് അത് തുടങ്ങിയിട്ടുള്ള ബട്ടൺസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ മാപ്പ് അപ്പോൾ ഓപ്പൺ ആവും. വളരെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു രീതിയിലുള്ള ലാഗും നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ട് ഇവിടെ ഒരു ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ രസമായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ, ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ഫീഡ്ബാക്കിനനുസരിച്ചിട്ട് ഹുണ്ടായി വർക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. ഈ ഭാഗത്തിരിക്കുന്ന ആൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ലോ സെറ്റ് ചെയ്തു, നമുക്ക് വേണമെങ്കിൽ അവിടെ മാത്രം പ്ലസ് ചെയ്ത് കൊണ്ടുപോകാം. ഇവിടെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനുള്ള, അതായത് ഡ്രൈവറിന് ഇഷ്ടത്തിനുള്ള ടെമ്പറേച്ചർ ഈ ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ 2 സൈഡിൽ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. അതാണ് മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫീച്ചർ കൂടി ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത എൻ്ററാണ്. ട്യൂൺ ചെയ്യാനുള്ളൊരു നോബ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് പവർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വോളിയം അപ്പ് ചെയ്യാനും മൈനസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ AC-യുടെ സെറ്റപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കാണാം. ഓട്ടോ, AC, എയർ ഫ്ലോൻ്റെ കൺട്രോൾ ചെയ്യാം. ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഈ ബട്ടനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. തൊട്ട് താഴെ നമുക്കിവിടെ 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറമായിട്ട് നമുക്ക് USB ചാർജിങ് പോയിന്റ് കാണാം, Type C ചാർജിങ് പോയിന്റ് കാണാം. ഇവിടെ നമുക്ക് വയർലെസ് ചാർജറിനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾ ഇതുവരെ കണ്ട ഹുണ്ടായുടെ കീ പോലെ തന്നെയാണ് നമുക്ക് ലോക്ക് അൺലോക്ക് വരുന്നുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ ചെയ്യും വാഹനം ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്നതാണ്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കുറച്ച് നേരം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബൂട്ട് ഓപ്പൺ ആവും. അങ്ങനത്തെ ഒരു കീ ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഹുണ്ടായുടെ ഒരു ലോഗോ മാത്രമാണ് വരുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഗിയർ നോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് വരുന്നത്. ഇതിൽ നമുക്ക് പാർക്ക് മോഡ് വരുന്നുണ്ട്, റിവേഴ്സ്, ന്യൂട്രൽ, സ്പോർട്സ്, ഡ്രൈവ് മോഡാണ് വരുന്നത്. ഡ്രൈവ് സെലക്ടർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് മോഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്ത ട്രാക്ഷൻ നമുക്ക് മാറ്റാം. ഇപ്പോൾ നമുക്കിതിൽ ഡ്രൈവ് മോഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലേ. ഇക്കോ, നോർമൽ, സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഡ്രൈവ് മോഡ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഈ ബട്ടൺ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മഡ്, സാൻഡ് മോഡലുകൾ വേറെ ഉണ്ട്. സ്നോ, മഡ്, സാൻഡ്. ഈ ഒരു റോട്ടറി നോബ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം. പാർക്ക് ബ്രേക്ക് വരുന്ന ഇലക്ട്രോണിക് ആണ്. അതുപോലെ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ നമുക്ക് ഇലക്ട്രോണിക് തന്നെ വരുന്നുണ്ട്. വെന്റിലേറ്റർ സീറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ സെറ്റപ്പ് നമുക്ക് ഇവിടെ കാണാം. ഈ പി എന്നുള്ള ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ 360 ഡിഗ്രി ക്യാമറ ഇവിടെ വർക്ക് ആവുന്ന കാണാം. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ആണ് വരുന്നത്. ആ ഒരു ബട്ടൺ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ ഇപ്പുറത്ത് നമുക്ക് കോ ഡ്രൈവറിൻ്റെ വെന്റിലേറ്റർ സീറ്റ് ഫംഗ്ഷൻ, 2 കപ്പ് ഹോൾഡർ, ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ഹാൻഡ് റെസ്റ്റൊക്കെ നമുക്ക് ബേസ് മോഡൽ മുതൽ തന്നെ വരുന്നുണ്ട്. അതാണ് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയർ സൈഡ് ഡോർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്, കണ്ടില്ലേ. അത് മറ്റൊരു പ്ലസ് പോയിൻ്റ് ആണ്. ബിൽഡ് ഇൻ സൺ ബ്ലൈൻഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ ബ്രഷ്ഡ് ക്രോം ട്രീറ്റ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. ലോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പവർ വിൻഡോൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കുഷ്യൻഡ് ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റ് ആണ്. ഇവിടെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ബോസിൻ്റെ സ്പീക്കേഴ്സ് നമുക്ക് ഇവിടെ കൊടുത്തായിട്ട് കാണാം. ഏകദേശം ഒരു 90 ഡിഗ്രിയോളം വരുന്ന ഒരു ഓപ്പണിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വളരെ സിമ്പിളാണ്. കാരണം ഒരുപാട് ഏരിയ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സീറ്റിൻ്റെ ഏകദേശം മുഴുവൻ ഭാഗം തന്നെ നമുക്ക് പുറത്തുനിന്ന് തന്നെ ആക്സസ് ചെയ്യാം. അതായത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരുന്നിട്ട് കാല് പൊക്കി ഉള്ളിലേക്ക് വെച്ചാൽ മതി. അത്രയും എളുപ്പമായിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഏതൊരു വയസ്സുള്ള ആൾക്കാർക്കും ഈസി ആയിട്ട് ബാക്കിൽ കയറി ഇരിക്കാനായിട്ട് പറ്റും എന്നുള്ളത് തന്നെയാണ്. സീറ്റിൻ്റെ കാര്യം പറയാൻ വെച്ചാൽ വളരെ കംഫർട്ട് ആയിട്ടുള്ള സീറ്റുകൾ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പുതിയതായിട്ട് ഇതിൻ്റെ തൈ സപ്പോർട്ട് കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇരുന്നിട്ട് കറക്റ്റായിട്ട് നോക്കാം. ഈ ഒരു ഏരിയത്തെ ലെങ്ത്ത് കുറച്ചുകൂടി കറക്റ്റിൽ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഐസോഫിക് ചൈൽഡ് സീറ്റ് പോയിൻറ്റ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 പോയിൻ്റ് സീറ്റ് ബെൽറ്റ് നമുക്ക് 3 പേർക്കും വരുന്നുണ്ട്. ഇവിടെയും വരുന്നുണ്ട്. സെൻട്രൽ പോർഷനിൽ നമുക്ക് 3 പോയിൻ്റ് സീറ്റ് ബെൽറ്റാണ് വരുന്നത്. ആ ഭാഗത്ത് നമുക്ക് 3 പോയിൻ്റ് സീറ്റ് ബെൽറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റിൽ തന്നെ ഇതേപോലുള്ളൊരു കുഷ്യൻ സെറ്റപ്പൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ സീറ്റിൻ്റെ റിക്ലൈൻ പൊസിഷൻ നമുക്ക് 2 ടൈപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്നും കൂടി റിക്ലൈൻ ചെയ്യാം. ഇപ്പോൾ ഇത് മാക്സിമത്തിലാണ്, ഇത് മിനിമത്തിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും എന്നുള്ളത് തന്നെയാണ്. പിന്നെ സീറ്റിൻ്റെ കുഷ്യനൊക്കെ ഇങ്ങോട്ട് കയറി നിൽക്കുന്നുണ്ട്. അത് കാരണം തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇരിക്കാം. വളരെ വീതിയുള്ള ഒരു ക്യാബിനാണ് നമുക്ക് ലഭിക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ഉള്ളിലേക്ക് കയറാം. കാല് പൊക്കി വെച്ചിട്ട് കയറേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ഇതൊരു SUV ടൈപ്പ് വാഹനമാണല്ലോ, അതുകൊണ്ടാണ്. അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, കാലൊക്കെ ഇങ്ങനെ താഴേക്കൊക്കെ കയറ്റി വെക്കാനായിട്ട് പറ്റും. ഇതാണ് ഇതിൻ്റെ മാക്സിമം സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു സ്പേസ് നമുക്ക് ഉള്ളിൽ ലഭിക്കുന്നുണ്ട്. റിയറിൽ AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. അതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇവിടെ നമുക്ക് 2 ചാർജിങ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു മൊബൈൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹമ്പ് വളരെ ചെറിയ ഒരു രീതിയിലാണുള്ളത്. അത് കാരണം സെൻട്രൽ പോർഷനിൽ നമുക്ക് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും. നടുക്കിലുള്ള ആൾക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് വൈറ്റ് കളറിൽ വരുന്നത് കൊണ്ട് വളരെ ഏറി ഫീലിംഗ് ആണ് നമുക്കുള്ളത്. സൺറൂഫ് കൂടി ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. അങ്ങനെ ഇവിടെ നമുക്ക് ചെറിയൊരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്കൊരു ഗ്രാബ് ഹാൻഡിലും റീഡിംഗ് ലാംപ്സും കൊടുത്തായിട്ട് കാണാൻ കണ്ടില്ലേ. ഫ്രണ്ട് സീറ്റിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് പോക്കറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ സൈഡിൽ നമുക്ക് സീറ്റിൻ്റെ ബാക്കിൽ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കിടക്കുന്നതാണ് നമ്മളുടെ മാക്സിമം റിക്ലൈൻ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ, വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാം. അതുപോലെ തന്നെ ഈ കുഷ്യൻ ഉള്ളത് കാരണം നല്ല റിലാക്സിങ് പൊസിഷനാണ്. പുറത്തേക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട്. സീറ്റിംഗ് കുറച്ച് ഹൈറ്റിലാണ്, അത്യാവശ്യം പുറത്തേക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ബാക്കിലേക്ക് വരുമ്പോൾ ഒന്നിങ്ങനെ കയറി വരുന്നുണ്ട്. നല്ല കുഴപ്പമില്ല, നല്ല രീതിയിൽ നമുക്ക് പുറത്തേക്ക് കാണാം. ക്യാബിൻ വൈറ്റ് കളർ ആയതുകൊണ്ടാണ് നമുക്ക് വലിയൊരു പ്ലസ് പോയിന്റ് ഉള്ളത്. ഒരു എയറി ഫീലിംഗ് വണ്ടിയുടെ ഉള്ളിലുണ്ട്. എത്ര ലോങ് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത് പോലെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് സെൻട്രൽ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്ക് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. നമുക്ക് 2 സൈഡിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഹെഡ് റെസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഡ്രൈവ് ചെയ്യാൻ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട റൈറ്റ് സൈഡ് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഇവിടെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. കൂടാണ്ട് നമുക്ക് 360 ഡിഗ്രി ക്യാമറ ഫുൾ ടൈം ഓൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയും ഒരു ഫീച്ചർ ഉണ്ട്. നമുക്ക് ഫ്രണ്ട് വ്യൂ പോലും ഇതിൽ കറക്റ്റായിട്ട് കാണാം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. പിന്നെ അതപ്പോൾ സൈഡിൽ കൂടെ ഒരു വണ്ടി പാസ് ചെയ്ത് പോയി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ടായി കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഈ ഓക്കെ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത്രയും ഇതിൻ്റെ എഡാസ് ഫങ്ഷൻസ് കംപ്ലീറ്റ് ഇവിടെ ഓൺ ആയത് നമുക്ക് കാണാം. വണ്ടിയിൽ വരുന്ന ഓരോ ഭാഗത്തുള്ള സെൻസേഴ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഈ ഓക്കെ എന്നുള്ള ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ ഒരുപാട് സെറ്റിങ്സ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ റിവേഴ്സ് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ കൂടെ ഏതെങ്കിലും ഒരു വാഹനം പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വാർണിംഗ് തരും. അതിൻ്റെ ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത്. ഡ്രൈവ് അസിസ്റ്റിലാണ് ഇതെല്ലാം വരുന്നത്. നമ്മൾ ഒരുപാട് ദൂരം വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനം നമുക്കൊരു വാർണിംഗ് തരും, ചെറിയൊരു ടീ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടയേർഡ് ആവും എന്നുള്ളത് വണ്ടിക്ക് നന്നായിട്ട് അറിയാം. ഓട്ടോമാറ്റിക്കലി വാഹനം സെൻസ് ചെയ്ത് നമ്മളോട് ആ ഒരു സെറ്റപ്പ് ഇവിടെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണിച്ചു തരും. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയൊരു കട്ട് റോട്ട് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു കുഴിയൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? പണ്ടത്തെ കറക്റ്റാണ് നമ്മൾ ഈ കുഴി ചാടിയെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി സോഫ്റ്റാണ് സസ്പെൻഷൻ ഉണ്ടാവുക. ആ ഒരു തട്ട് റെഡിക്ക് ആ കുഴി ചാടുന്നതിൻ്റെ ആ ഒരു തക് തക് സൗണ്ട് നമുക്ക് കറക്റ്റ് ക്യാബിനിലേക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഇങ്ങനെ പോയോണ്ടിരിക്കുക. ഇവിടെ ബ്ലൈൻഡ് സ്പോട്ടിൽ ആൾക്കാർ വരുന്നത് നമുക്കിവിടെ റെഡ് കളറിൽ കാണിച്ചു തരും. അത് കൂടാതെ മിററിൻ്റെ മുകളിൽ നമുക്കൊരു വാർണിംഗ് സിഗ്നൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ആ വണ്ടി നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ബ്ലൈൻഡ് സ്പോട്ടിൽ ഒരു വാഹനം വരുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഒരു വാർണിംഗ് ആയിട്ട് ORVMൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഈ സ്ക്രീനിലും നമുക്ക് കാണിക്കും. അത് നമ്മൾ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് ലൈനൊക്കെ ചേഞ്ച് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്. റൈഡിൻ്റെ കാര്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പഴയതിനൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. വണ്ടി ഇത്തിരി കൂടിയും റോഡായിട്ടൊരു കോൺടാക്റ്റ് വരുന്ന പോലുള്ളൊരു ഫീൽ ഉണ്ട്. NVH ലെവൽ ഇത്തിരി കൂടിയും കൺട്രോൾഡ് ആയിട്ടുണ്ട്. ഈ ഒരു റോഡിൽ ലൈൻസ് ഇല്ലാത്തത് കാരണമാണ്. ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈൻ കീപ്പ് അസിസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് കാണാമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു പവർ ഡെലിവറിയാണ് ഈ ഒരു എഞ്ചിനുള്ളത്. ഇവിടുന്ന് ഈ വാഹനം U-ടേൺ അടിക്കേണ്ടതായിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ വണ്ടി നിർത്തിയ സമയത്ത് തന്നെ 360 ഡിഗ്രി ക്യാമറ വർക്കായിട്ട് കാണാം. അതുപോലെ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു റോട്ടിലിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുമോ നോക്കാം. ടേണിങ് റേഡിയസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ടേണിങ് റേഡിയസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് CVT ട്രാൻസ്മിഷനാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു 50 കിലോമീറ്റർ സ്പീഡിലാണ് കേട്ടോ. ജസ്റ്റ് ഒന്നും കൂടി നമ്മൾ സ്ലോ ആക്കുകയാണ്, ഒരു 40ലേക്ക് വരികയാണ്. ജസ്റ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ CVTയുടെ ആയിട്ടുള്ള ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് നമുക്ക് വരുന്നുണ്ട്. ഒരു 70 കിലോമീറ്റർ സ്പീഡൊക്കെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ തന്നെയാണ് നമുക്കുള്ളത്. നമ്മൾ ടർബോൻ്റെ അത്ര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണെന്നൊന്നും വിചാരിക്കരുത്. പക്ഷേ ഒരു ഫാമിലി ബയേഴ്സിന് പറ്റുന്ന ഒരു എഞ്ചിനാണ് നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡ്രൈവിങ്ങും വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗിയർ ഷിഫ്റ്റിങ്ങും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ലൈനൊക്കെ ഉള്ള റോട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടി ലൈനിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് സ്റ്റിയറിങ് അഡ്ജസ്റ്റ് ആയത്. കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. കറക്റ്റായിട്ട് നമ്മളുടെ ലൈൻ കീപ്പ് അസിസ്റ്റ് വർക്ക് ആയതുണ്ട്. ആദ്യം തന്നെ നമ്മൾ പോകുന്ന ലൈൻ അത് ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. അതിനുശേഷം ഈ സ്റ്റിയറിങ് കറക്റ്റായിട്ട് നമ്മളുടെ ലൈനിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളതിനെ നിർത്തും. അതാണ് ഇതിൻ്റെ ADAS ഫീച്ചേഴ്സിൻ്റെ ഒരു ഫീച്ചറാണ് നമ്മൾ ഈ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബ്രേക്കിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ 4 വീൽസിലും നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വളരെ നല്ലൊരു ഫീച്ചറാണത്, സേഫ്റ്റി ഫീച്ചറാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു കർവ് ഒന്ന് എടുത്ത് നോക്കാം. അത്യാവശ്യം ചെറിയൊരു സ്പീഡിലൊക്കെ പോയിട്ട് വണ്ടി കർവ് എടുത്താണ്. നല്ല സ്റ്റേബിൾ തന്നെയാണ്. നമ്മളൊരു 80 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ ആ ഒരു കർവൊക്കെ എടുത്തത്. വളരെ സ്റ്റേബിളായിട്ട് തന്നെ നമുക്ക് ആ ഒരു തിരിവൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ബോർഡ് റോൾ വളരെ കുറവാണ്, അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു ചെറിയ കട്ടർ കൂടെ ചാടി നമ്മൾ, പക്ഷെ വലിയ കാര്യമായിട്ടൊന്നും ഉള്ളിലേക്ക് എടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര ഇടിക്കുന്ന പോലുള്ള സൗണ്ടൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് വാഹനം ഒരു വാർണിംഗ് തന്നു. നമുക്ക് ഹുണ്ടായി എന്നുള്ള ഒരു ബ്രാൻഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ഒരുപാട് സർവീസ് സെൻ്ററുകളുണ്ട്, പാർട്സ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിന് നമുക്ക് മാനുഫാക്ചറിങ് വാറണ്ടി വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സാണ്. പിന്നീട് നമുക്ക് 7 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മാരുതി സുസുക്കി ആയിട്ട് ഏകദേശം സാമ്യമുള്ള ഒരു സർവീസ് കോസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടായിരിക്കും
കാണാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ള ഒരു പ്ലസ് പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. ഒരു ഹുണ്ടായി വാഹനം എന്തിനു നമ്മൾ സ്വന്തമാക്കണം എന്നുള്ളതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മോഡലായിട്ട് തന്നെയാണ് എനിക്ക് ഹുണ്ടായി ക്രെറ്റേനെ തോന്നുന്നത്. അത്യാവശ്യം നല്ല ഒരു ഡ്രൈവിംഗ് കംഫർട്ടും അതുപോലെ പെനറാമിക് സൺറൂഫ് മുതൽ കണക്റ്റഡ് കാർ ടെക്നോളജി വരുന്നുണ്ട്. അങ്ങനെ ലേറ്റസ്റ്റ് മോഡൽ വാഹനങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് കംപ്ലീറ്റ് നമുക്കിപ്പോൾ ഈ ഒരു ഹുണ്ടായി ക്രെറ്റയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 lakhs മുതൽ നമുക്ക് 20 lakhs എക്സ്-ഷോറൂം വരെയാണ് റേറ്റ് വരുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസിന് ഞാൻ കൊടുക്കുന്നുണ്ട്, അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ഒരു ഫണ്ണായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പോലുള്ള ഒരു വാഹനം തന്നെയാണ്. നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ഞാൻ മുന്നേ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ മേലുള്ള ഐക്കൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വൺ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരു ചെറിയ ഫാമിലിയാണ്. ആ ഫാമിലിയിൽ നിങ്ങൾക്കൊരു മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, ബി ബ്ലെസ്ഡ്, ബൈ.